ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പല ആൾക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നം തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്കയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 21 വാക്യം ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരു നാളും ഈ ഒരു പ്രശ്നത്തിൽ ഭാരപ്പെടുകയില്ല. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, ദൈവം നമ്മുടെ മേൽ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ വായിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനവും അതൊരു നാളും മാറ്റപ്പെട്ടു പോവുകയില്ല. അത് നമ്മുടെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലിലേക്കും പകരപ്പെടുമെന്നാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒത്തിരി വഴക്ക് പറയും, അതുപോലെ തന്നെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ഉപദേശിക്കും. പക്ഷെങ്കിൽ പലപ്പോഴും അത് സാധ്യമാകുന്നില്ല. ഇവിടെയാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ഇവിടെ ആദ്യമേ ചെയ്യേണ്ടത് ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വചനമനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്, ഇതും നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരു വ്യക്തി യഥാർത്ഥമായിട്ടും ആ വിശ്വാസത്തിലും തീരുമാനത്തിലും മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മളുടെ മക്കളെ ചൊല്ലി നമ്മൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം അവരെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവം തന്ന ആത്മാവും ദൈവത്തിൻ്റെ വചനവും അവർക്കും അനുഗ്രഹമായി നൽകപ്പെടും. അവർക്ക് മാത്രമല്ല, അവരുടെ സന്തതി പരമ്പരകൾക്കും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.